ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. എങ്ങനെ നല്ല കട്ടി തൈര് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാനായിട്ട്. പാലിൻ്റെ പാട മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് തൈര് തയ്യാറാക്കാം. എന്നാലും നല്ല കട്ടി തൈര് തന്നെ നമുക്ക് കിട്ടും. കൊഴുപ്പ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം കേട്ടോ. ഇപ്പം നന്നായി പാല് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം 1 മിനിറ്റ് ഞാൻ സിമ്മിലാക്കി ഇളക്കി കൊടുത്ത് തിളപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിപ്പോയിക്കോളും. നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് വീണ്ടും 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കൊഴുപ്പ് കുറഞ്ഞ തൈര് കഴിക്കാനാണ് ഡോക്ടേഴ്സ് പറയാറ്. അങ്ങനെയുള്ളവർക്ക് പാല് തിളപ്പിച്ച് കുറച്ച് സമയം മാറ്റി വെച്ചാൽ പാട വരും. അത് അരിച്ചതിന് ശേഷം നമുക്ക് ഉറയൊഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി പാലൊന്ന് തണുത്ത് വരട്ടെ. ചെറിയൊരു ചൂടോടുകൂടി വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൊട്ട് നോക്കിയാൽ കൈ പൊള്ളുന്ന ചൂടായിരിക്കരുത്, ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാകാവുള്ളൂ. ആ ചെറിയൊരു ചൂടോടുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തൈരിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ റിസൾട്ടും. അപ്പോൾ ഇതാ ഞാൻ 2 ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഏത് തൈരാണോ, എങ്ങനത്തെ തൈരാണോ ചേർത്ത് കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ തൈര് കിട്ടുന്നത്. തൈരും അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അര ലിറ്റർ പാലും ചേർത്ത് കൊടുത്തു. ഇനി ആ തൈരും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. 6 മുതൽ 8 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ തൈര് സെറ്റായി വന്നിട്ടുണ്ടാവും. നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ വരെയൊക്കെ ആവാം. രാത്രിയിൽ ഉറയൊഴിച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോൾ നല്ല കട്ട തൈര് നമുക്ക് കിട്ടും. ഇതാ നോക്കിക്കേ, ഇപ്പോൾ ഇതൊരു 8 മണിക്കൂറായിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മീഡിയം പുളിയേ ഉള്ളൂ. ഇനിയും പുളി വേണമെന്നുണ്ടെങ്കിൽ 10 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ നമുക്ക് പുറത്ത് വെച്ചാൽ മതി. ഈ ഒരു പുളി ആവശ്യമുള്ളെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. കൂടുതൽ സമയം പുറത്തിരുന്നാൽ നന്നായി പുളിച്ചു വരും. ചെറിയ പുളി വേണ്ടെന്നുള്ളവർക്ക് ആ സമയമാകുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. പുളി നോക്കിയതിന് ശേഷം നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പാട മാറ്റിയാൽ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള തൈര് നമുക്ക് കിട്ടും. ഡെയിലി നമ്മൾ 1 കപ്പ് തൈര് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ് തൈര്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.